സാഹിത്യാചാര്യ ദ്വിതീയ ഖണ്ഡിലെ പ്രശ്നപത്ര 5 അതിലെ കാവ്യശാസ്ത്ര എന്ന് പറയുന്ന നോട്ടിലെ 25-ാമത്തെ പേജാണ് നമുക്കിനി വായിക്കേണ്ടത്. കാവ്യശാസ്ത്ര ഒക്കെ 5-ാമത്തെ പേപ്പറാണ്, അത് മറക്കണ്ട കേട്ടോ. അടുത്ത ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ കഹാനി और उपन्यास के अंतर को स्पष्ट करें എന്നാണ്. കഹാനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഥ, ഉപന്യാസം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, നോവൽ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കഹാനി और उपन्यास के तत्व समान है. രണ്ടിൻ്റെയും തത്വങ്ങൾ, വിശേഷതകൾ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപോലെയാണ്. और वे एक ही जाति के है. രണ്ടും ഒരേ ജാതിയിൽപ്പെട്ടതാണ്. കാരണം രണ്ടിലും കഥ അടങ്ങിയിട്ടുണ്ട്. രണ്ടും ഗദ്യത്തിൻ്റെ ഒരു ശാഖ തന്നെയാണ്. ഫിർ ഭി ദോനോ മേ കുച്ച് അന്തർ ഹെ. എങ്കിലും രണ്ടിനും കുറച്ച് വ്യത്യാസമുണ്ട്. ജോ നിമ്നലിഖിത്, അത് താഴെ കൊടുത്തിട്ടുണ്ടെന്നാണ്. എന്തൊക്കെയാണ് ആ വ്യത്യാസം? രണ്ടും ഒരേ ഗ്രൂപ്പിൽപ്പെട്ടതാണെങ്കിലും വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. കഹാനി മേ ജീവൻ കെ ഏക് പക്ഷി ഝലക് യാ ക്ഷൺ കാ ഘനീഭൂത് ജീവൻ ദൃശ്യ ദിഖായ ജാതാ ഹെ. ഒരു കഥയിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെപ്പറ്റി, ഒരു സംഭവത്തെപ്പറ്റി മാത്രം, അല്ലെങ്കിൽ ഒരു പക്ഷത്തെ പറ്റിയുള്ള ദൃശ്യമാണ് അതിൽ കാണുക. അല്ലെങ്കിൽ ഒരു നിമിഷത്തിൻ്റെ ഘനീഭവിച്ച ജീവിത ദൃശ്യങ്ങളെയാണ് അതിൽ ഒരു ജീവിത ദൃശ്യത്തെയാണ് കാണിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കഥയിൽ ഒരു ചെറിയ ഒരു വശത്തെ മാത്രം ഭംഗിയാക്കി ചിത്രീകരിച്ച് വായനക്കാർക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ഉപന്യാസ് അങ്ങനെയല്ല. ഉപന്യാസ് മേം സമ്പൂർണ്ണ ജീവൻ കാ വിശദ് और വ്യാപക ചിത്ര പ്രസ്തുത് കിയാ ജാതാ ഹെ. എന്നാൽ നോവലിലാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും വിശദമായിട്ട് വ്യാപകമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. വിശദവും വ്യാപകവുമായിട്ടുള്ള വിശാലവുമായിട്ടുള്ള ചിത്രത്തെ നോവലിൽ അവതരിപ്പിക്കപ്പെടുന്നു. कहानीकार के लिए संक्षिप्त और संकेतात्मक आवश्यक है. സങ്കേതാത്മകത ആവശ്യക ഹെ. ഒരു കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതത്തിൻ്റെ ഒരു പക്ഷത്തെയാണ് വർണ്ണിക്കുന്നത്. അതുകൊണ്ട് ആ വശത്തെ പറ്റി പറയുന്നത് വളരെ സമ്മറൈസ്ഡ് ചെയ്തിട്ടാണ്, ചുരുക്കിയായിരിക്കണം. അതുപോലെ സങ്കേതാത്മകത ആവശ്യക ഹെ. ചില സൂചനകൾ കൊടുത്താലും ആ കഥ നമുക്ക് ആ ഹിൻഡ് കൊടുത്താൽ കൂടി നമുക്ക് അതിൻ്റെ കഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജബ്കി ഉപന്യാസ് കെ ലിയെ വിവരൺ പൂർണ്ണ വിശദ और വ്യാഖ്യാപൂർണ്ണ ശൈലി ആവശ്യക ഹെ. എന്നാൽ നോവലിനെ സംബന്ധിച്ചിടത്തോളം വിവരണം നിറഞ്ഞതായിരിക്കണം. അത് വിവരിച്ച് പറയണം, അത് വിശദമാക്കണം, വിശാലമാക്കണം. അതുപോലെ വ്യാഖ്യാപൂർണ്ണ ശൈലി ആവശ്യക ഹെ. ആ ജീവിതത്തിൻ്റെ വശങ്ങളെപ്പറ്റി വ്യാഖ്യാനത്തോടു കൂടി, അല്ലെങ്കിൽ വ്യാഖ്യാനം നിറഞ്ഞ ശൈലി ഒരു നോവലിസ്റ്റിന് ആവശ്യമാണ്, അല്ലെങ്കിൽ നോവലിന് ആവശ്യമാണ്. ഉപന്യാസ് പഠിക്കർ ഹം സമസ്ത ജീവൻ ചക്ര കാ പരിചയ് പാക്കർ ഏക പ്രകാർ കാ സന്തോഷ് പാത്തെ ഹെ. നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ തരത്തിലുള്ള ജീവിത ചക്രങ്ങളെയും, ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നമുക്ക് പരിചയം കിട്ടും. എന്നിട്ട് ഒരു തരത്തിലുള്ള ഒരു സന്തോഷം, സംതൃപ്തി നമുക്കതിൽ നിന്നും കിട്ടുന്നു. നമുക്കറിയാം, ഒരു നോവലിൻ്റെ ഒരു അധ്യായം വായിച്ചു കഴിയുമ്പോൾ അടുത്ത അധ്യായത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലൊരു ആകാംക്ഷ നിർഭരമാണ്. കാരണം ഒന്നാമത്തെ അധ്യായത്തിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങോട്ട് ചെല്ലും തോറും, അടുത്ത അധ്യായങ്ങളിലേക്ക് ചെല്ലും തോറും ജീവിത ചക്രത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അതിലൂടെ നമുക്കൊരു സന്തോഷം കിട്ടുകയും ചെയ്യുന്നു. पर कहानी हमारे मन में चेतना जगाती है, प्रेरणा देती है, शंका उत्पन्न करती है, हमारी ജിജ്ഞാസാവൃത്തി को അതൃപ്ത് छोड़ देती है. നല്ലൊരു കഥയിലാകട്ടെ നമ്മുടെ ഉപബോധ മനസ്സ്, ചൈതന്യം, ബോധം ഉണരുന്നു, നമുക്ക് പ്രേരണ കിട്ടുന്നു. ആ കഥ വായിക്കുമ്പോൾ അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അതുപോലെ ശങ്ക, പിന്നെ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആ കഥാപാത്രത്തിന് അങ്ങനെ സംഭവിച്ചു എന്നുള്ള സംശയം ഉണ്ടാകും. ഹമാരി ജിജ്ഞാസാവൃത്തിക്കോ അതൃപ്തി ചോദ്യത്തേക്ക്. ചില കഥകൾ വായിച്ചു കഴിയുമ്പം നമ്മൾ നല്ല ആകാംക്ഷയോടുകൂടിയാണ് വായിക്കുക.
പക്ഷെ അതിൻ്റെ ഒരു എൻഡിങ് ചിലപ്പോൾ നമുക്ക് ജിജ്ഞാസ നിറഞ്ഞതാക്കി മാറ്റുന്നു. അപ്പം ജിജ്ഞാസ വൃത്തിക്കോ അതൃപ്തി ചോട് തെത്തിക്കുക, ജിജ്ഞാസയെ പകുതിയാക്കിയിട്ട് ആ കഥ അവസാനിപ്പിക്കും. അപ്പോൾ അത് ചിന്തിക്കാൻ വേണ്ടി ഒരുപാട് വക ഒരു കഥയിലുണ്ടാകും. കഹാനിക്കാർ ഏക് ഭാവ് യാ പ്രഭാവ് വിശേഷിക്ക ചിത്രം കർത്താ ഹെ. കഥാകൃത്ത് ഒരു ഭാവത്തെയോ ഒരു പ്രഭാവത്തെയോ പ്രത്യേകമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ലേക്കിൻ ഉപന്യാസ് മേം പൂരി പരിസ്ഥിതി और ഗതിശീൽ ജീവൻ കാ വിശദ വർണ്ണൻ ഹോത്താ ഹെ. എന്നാൽ നോവലിലാകട്ടെ ഒരു ചുറ്റുപാട് മൊത്തവും ഒരു ജനവിഭാഗത്തിൻ്റെ കാര്യമാണ് വർണ്ണിക്കുന്നതെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചുറ്റുപാടും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും ഒക്കെ വിശദമായിട്ട് വർണ്ണിക്കുന്നു. കഹാനി और ഉപന്യാസ് दोनों में कल्पना की आवश्यकता होती है. രണ്ടിലും ഭാവന ആവശ്യമാണ്. ഭാവനയിലൂടെയാണ് കഥയും നോവലും ഒക്കെ ഉണ്ടാവുക. കിന്തു കഹാനിമേ കൽപ്പനാക്കോ സംയമിത് രഖ്നാപ്പെടുത്ത ഹെ. രണ്ടിലും കൽപ്പന ആവശ്യമാണ്. എന്നാൽ കഥയിൽ ആ കൽപ്പന അല്പം നിയന്ത്രിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം അതിൻ്റെ ഇതിവൃത്തം കുറച്ചേ ഉള്ളൂ, അതാണ്. ഉപന്യാസ്മേ ഐസാ കോയി നിയം നഹി ഹെ. നോവലിൽ അങ്ങനെ ഒരു നിയമമില്ല. കാരണം കവിയുടെ നോവലിസ്റ്റിൻ്റെ ഭാവന എന്താണോ ആ ഭാവനയെ എവിടെ വേണമെങ്കിലും കഥയിലെ നോവലിൽ എവിടെ വേണമെങ്കിലും പ്രയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനൊരു ലിമിറ്റില്ല എന്നാണ്. കഹാനിമേ പ്രാസംഗിക കഥാംശവും അവസൻ നഹി ഹോത്ത. കഥയിൽ സാന്ദർഭികമായിട്ടുള്ള കഥാംശങ്ങൾക്ക് യാതൊരു അവസരവും കിട്ടാറില്ല. किंतु उपन्यास में प्रासंगिक कथाओं का संगठन आधिकारिक कथा की एक रसदा दूर करने या तथा वर्णन में विविधता लाने के लिए आवश्यक होता है. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. ഒരുപാട് സാന്ദർഭിക കഥകളെ സംഘടിപ്പിക്കും എന്ന് പറഞ്ഞാൽ സാന്ദർഭികമായിട്ടുള്ള കഥകളെ കൂട്ടി യോജിപ്പിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ആധികാരിക കഥാക്കി ഏകരസത ദൂർ കന്നെ. പ്രധാനപ്പെട്ട കഥ ഏതാണോ അതിങ്ങനെ വായിച്ച് നമുക്ക് മനസ്സ് മടുക്കുന്ന സമയത്ത് ഒരേപോലെയുള്ള രസത്തെ ദൂരീകരിക്കുക എന്ന് പറഞ്ഞാൽ ആധികാരിക കഥ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മടുപ്പ് തോന്നും. അതിനെ ദൂരീകരിക്കാനും അതുപോലെ വർണ്ണന്മേ വിവിധത ലാനയ്ക്കില്ലേ, വർണ്ണനയിൽ വൈവിധ്യം കൊണ്ടുവരാൻ വേണ്ടിയും ഒക്കെ ഈ ഇഷ്ടംപോലെ പ്രാസംഗിക കഥകളെ, സാന്ദർഭിക കഥകളെ ഉപയോഗപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ രാമായണം എടുത്ത് നോക്കിയാൽ രാമകഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഇടയിൽ എത്ര കഥകളാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ളത് ചേർത്താൽ എന്ത് ചെയ്യും, ആ കഥ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ നോവലോ കഥയോ നോവലൊക്കെ വായിക്കുമ്പം നമുക്കതിലൊരു വൈവിധ്യം കിട്ടും. നമുക്ക് നമ്മുടെ രസം, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്നും കൂടി വർദ്ധിക്കുകയും ചെയ്യും. कहानी में थोड़े समय में ही महत्वपूर्ण बात കഹിനി ഹോത്തി ഹെ. കുറച്ച് സമയം കൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കഥയിൽ പറഞ്ഞു തീർക്കേണ്ടി വരും. അതഹ കലാക്കി സൂക്ഷ്മത ഇസ്മേ ആവശ്യക്ക് ഹോത്തി ഹെ. അതുകൊണ്ട് കലാപരമായിട്ടുള്ള ഒരു സൂക്ഷ്മത, കലാപരമായിട്ടുള്ള മേന്മ, അതിൻ്റെ ഒരു സൂക്ഷ്മത ഇതിൽ ആവശ്യമാണ്. കഹാനി കലാത്മക അധിക ഹോത്തി ഹെ. കഥ കലാപരമായിട്ടുള്ള ഒരു ഭംഗി ആണ് കൂടുതൽ കഥയിൽ കാണുക. വഹി ഏക്ക് ഭാവവിശേഷിക്കാക്കി ചിത്രം കർണേക്ക പ്രയത്ന കർത്തി ഹെ. കഥ ഒരു പ്രത്യേക ഭാവത്തെ ചിത്രീകരിക്കാനുള്ള പ്രയത്നമാണ് നടത്തുക. किंतु उपन्यास में सूक्ष्म कला की उतनी आवश्यकता नहीं जितनी व्यापक उदात्त दृष्टिकोण तथा भाव रस और परिस्थिति के समग्र रूप में चित्रण की. എന്നാൽ ഒരു നോവലിലാണെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള കലാ ഭംഗി അത്ര ആവശ്യമില്ല എന്നാണ്. കാരണം എന്താണ്, നോവലിൻ്റെ കഥ വ്യാപകമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളതാണ്. അതുപോലെ ഭാവം, രസം, പരിസ്ഥിതി ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ സമഗ്രമായിട്ട് എന്ത് ചെയ്യണം, ചിത്രീകരിച്ചു. ചിത്രം കീ എന്നല്ല, ചിത്രൺ, അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ടല്ലോ. ചിത്രൺ കിയാ ജാത്താഹെ എന്നാക്കുക, ചിത്രൺ കിയാ ജാത്താഹെ എന്നാക്കുക. രസ് കെ വിവിധ രൂപവും കാ സമാവേശ് ഉപന്യാസ് മേ ഹോ സക്താ ഹെ.
രസത്തിൻ്റെ വിവിധ രൂപങ്ങളുടെ കൂട്ടിക്കലർത്തൽ നോവലിൽ വളരെ ആവശ്യമാണ്. उसी प्रकार कहानी द्वारा हल्का മനോരഞ്ജൻ ഹി പ്രായക സമ്പാദിത് ഹോ പാത്താ ഹൈ. എന്നാൽ ഒരു ചെറിയ കഥ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഒരു നേരിയ തരത്തിലുള്ള ഒരു മനോരഞ്ജൻ, ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ അതിൽ നിന്ന് കിട്ടാറുള്ളൂ. किंतु उपन्यास परिस्थिति और पात्र के पूर्ण चित्रण द्वारा ഹൃദയ മന്ഥൻ അവർ മനസംസ്കാർ പി കർത്ത ഹെ. എന്നാൽ നോവലാകട്ടെ വിശാലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെയും കഥാപാത്രങ്ങളെയും പൂർണ്ണമായിട്ട് ചിത്രീകരിക്കുന്നതിലൂടെ ഹൃദയമന്ഥനം നടക്കും. ഹൃദയം ഇങ്ങനെ ആ കഥാപാത്രങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോകും. അതുപോലെ മനസംസ്കാർ പി കർത്ത ഹെ. ആ കഥാപാത്രത്തിലൂടെ നമ്മുടെ മനസ്സിനും ഒരു സംസ്കാരം കിട്ടുക തന്നെ ചെയ്യും. അടുത്ത കഹാനി അവർ ഉപന്യാസ് കി ശൈലി മേ ഭി അന്തർ ഹോത്താ ഹെ. ശൈലിയിൽ വ്യത്യാസമുണ്ട്. ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിൻ്റെ സ്റ്റൈലിനെയാണ് ശൈലി എന്ന് പറയുക കേട്ടോ. കഹാനി കി ശൈലി വ്യഞ്ജകത അവർ ധ്വന്യാത്മകത പൂർണ്ണ ഹോത്തി ഹെ. വ്യഞ്ജകത, കുറച്ച് വാക്കുകളിൽ എന്ത് ചെയ്യണം, കാര്യങ്ങളെ ബോധ്യപ്പെടുത്തണം, പ്രകടിപ്പിക്കണം. ധ്വന്യാത്മകത എന്ന് പറഞ്ഞാൽ ധ്വനി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് അതിൽ കൂടുതലും ഉപയോഗിക്കേണ്ടത്. ഇസ്കെ വിപരീത് ഉപന്യാസമേ വിശ്ലേഷണാത്മക ശൈലി അപ്പനായി ജാതി ഹെ. ഇതിന് വിപരീതമായിട്ട് നോവലിൽ അപഗ്രഥനാത്മകമായിട്ടുള്ള ശൈലിയാണ് കൊടുക്കേണ്ടത്. അപഗ്രഥനം എന്ന് പറഞ്ഞാൽ വർണ്ണിച്ച് പുതിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. कहानी में किसी प्रकार के मनोवैज्ञानिक अंतर्द्वंद्व के चित्रण के लिए അവകാശ കം ഹോത്താ ഹെ. കഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള സംഘർഷങ്ങൾ ചിത്രീകരിക്കാൻ ഒരു ഇടവേള സമയം വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ കഥ എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണല്ലോ. അപ്പോൾ ഒരാളിൻ്റെ കുറേ കഥാപാത്രങ്ങളുടെ സൈക്കോളജിക്കലായിട്ടുള്ള മാനസിക സംഘർഷങ്ങളെ ചിത്രീകരിക്കാനുള്ള അവസരം വളരെ കുറവായിട്ടേ കഥയിൽ കിട്ടുള്ളൂ. കിന്തു ഉപന്യാസ്കാർക്കോ സ്വതന്ത്രത ഹോത്തി ഹെ. എന്നാൽ നോവലിസ്റ്റിന് അങ്ങനെയല്ല. അയാൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഏതൊരു കഥാപാത്രം എടുത്തിട്ട് വിശദീകരിക്കാൻ പറ്റും. कि वह मनोवैज्ञानिक अंतर्द्वंद्व को चाहे कितने ही विस्तार से ചിത്രിത് करे. എത്ര വേണമെങ്കിലും നമുക്കൊരു വ്യക്തിയുടെ സൈക്കോളജിക്കായിട്ടുള്ള മാനസിക സംഘർഷങ്ങളെ എത്ര വിസ്തരിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിത്രീകരിക്കാൻ സാധിക്കും. इस प्रकार हम देखते हैं कि कहानी और उपन्यास के बीच रूपाकार और वैधानिकता और शैली संबंधी कुछ ऐसे अंतर पाए जाते हैं जिनके कारण कहानी को उपन्यास का लघु रूप नहीं कहा जा सकता. ഇങ്ങനെ നമുക്ക് നോക്കാം, കഥയും നോവലും തമ്മിൽ രൂപത്തിലും അതിൻ്റെ വൈവിധ്യത്തിലും ശൈലിയിലും ഒക്കെ കുറച്ച് ചില വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അക്കാരണത്താൽ കഥയെ നമുക്ക് ഉപന്യാസിൻ്റെ, നോവലിൻ്റെ ചെറു രൂപമാണ് കഥ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാണ്. ദോനോ വിധായേം സാഹിത്യമേ അപ്പന സ്വതന്ത്ര വ്യക്തിത്വ രക്തി. അപ്പോൾ രണ്ട് ശാഖകളും, കഥയും നോവലും രണ്ടും സാഹിത്യത്തിൽ അതിൻ്റേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കുന്നു. രണ്ടിനെ ഒന്നാക്കി പറയാൻ പറ്റില്ല. നോവലിൻ്റെ ചെറു രൂപമാണ് കഥ എന്ന് പറയാൻ പറ്റില്ല. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകൾ ഉള്ളത് കൊണ്ട് രണ്ടും വ്യത്യാസം തന്നെയാണ്, രണ്ടും രണ്ട് തന്നെയാണ് എന്നാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഉപന്യാസ് കെ പ്രമുഖ തത്വം കാ പരിചയ ദീജിയെ. നോവലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഉപന്യാസ് ആധുനിക യുഗക്കി ദേൻ ഹെ. ആധുനിക കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ് നോവൽ എന്ന് പറയുക. ഉപന്യാസ് കോ അംഗ്രേസി മേ നോവൽ കഹത്തെ ഹെ. ഉപന്യാസ് മനുഷ്യക്ക് വാസ്തവിക ജീവൻ കി കാൽപ്പനിക കഥ ഹെ. നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ കാൽപ്പനികമായിട്ടുള്ള കഥയാണ്, ഭാവനാ നിർഭരമായിട്ടുള്ള കഥയാണ്. പ്രേംചന്ദിനെ ഉപന്യാസ് കോ മാനവ് ചരിത്ര കാ ചിത്രകഹ. ഇവിടെ പ്രേംചന്ദ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോവൽ എന്നാൽ എന്താണ്? മനുഷ്യ ചരിത്രത്തിൻ്റെ ചിത്രത്തെ പറ്റി പറയുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ
മനുഷ്യ ചരിതത്തിൻ്റെ ചിത്രത്തെപ്പറ്റി പറയുക, അതാണ് നോവൽ എന്ന് പ്രേംചന്ദ് പറഞ്ഞിരിക്കുന്നു. മാനവ് ജീവൻ പർ പ്രകാശ് ഡാൽന और उसके रहस्यों को खोलना ഉപന്യാസ് കാ മൂൽ തത്വ ഹെ. മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുക, മനുഷ്യ ജീവിതത്തിലുള്ള രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരിക, ഇതൊക്കെയാണ് നോവലിൻ്റെ ബേസിക്കലായിട്ടുള്ള വിശേഷത. प्राणी के जीवन की यथार्थ या कल्पित घटनापूर्ण कथा को पूर्वापर संबंध युक्त जो रचना पाठक के मनोरंजनार्थ गद्य में लिखी जाती है उसे उपन्यास कहते हैं. അതിൽ ഉപന്യാസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്. പ്രാണി കെ ജീവൻ കി യഥാർത്ഥ യാ കാൽപ്പനിക് എന്നാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ അല്ലെങ്കിൽ കാൽപ്പനികമായിട്ടുള്ള ഘടനാപൂർണ്ണ കഥാക്കോ സംഭവ ബഹുലമായിട്ടുള്ള കഥയെ പൂർവാപര സംബന്ധിയുക്ത്, അതായത് അതിൻ്റെ ആ കഥയുടെ മുന്നിലൊരു കഥയുണ്ടാകും, അതിന് ശേഷവും ഒരു കഥയുണ്ടാകും, അതാണ് പൂർവാപര സംബന്ധം. അങ്ങനെ മുന്നിലുള്ള കഥയെ ഇപ്പം 15-ാം നൂറ്റാണ്ടിലുള്ള ഒരു കഥ പറയുന്നു എങ്കിൽ ചിലപ്പോൾ അതിന് 14-ാം നൂറ്റാണ്ടുമായിട്ടും ബന്ധം കാണും, അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടുമായിട്ടും അതിന് ബന്ധം കാണും. അതാണ് പൂർവാപര സംബന്ധം യുക്താണ്. അങ്ങനെ രണ്ട് കാലഘട്ടങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് ജോ രചന പാഠകക്കെ മനോരഞ്ജനാർത്ഥ ഗദ്യമേ ലിഖി ജാതി ഹെ, ഏത് രചനയാണോ വായനക്കാരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, മനോവിനോദത്തിന് വേണ്ടി ഗദ്യത്തിൽ എഴുതപ്പെടുന്നത് ഉസേ മഹാകാവ്യ കഥ, അതിനെയാണ് മഹാകാവ്യം എന്ന് പറയുന്നത്. ഉപന്യാസ് ഗദ്യക്ക് വിധാവുമേ പ്രമുഖ്, ഗദ്യത്തിൻ്റെ വിവിധ വിധകളിൽ ശാഖകളിൽ പ്രധാനപ്പെട്ടതാണ് നോവൽ. ഇസ്കെ പ്രമുഖ തത്വ 6 മാനെ ജാത്തെ ഹെ, നോവലിന് 6 പ്രധാനപ്പെട്ട വിശേഷതകൾ തത്വങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. കഥാവസ്തു, പാത്ര, കഥോപകഥൻ, ദേശകാൽ ഔർ വാതാവരൺ, ഭാഷാശൈലി ഔർ ഉദ്ദേശ്യ. ഇനി ഓരോന്നെടുത്ത് പറയാം. കഥാവസ്തു ഹി ഉപന്യാസ് കി ആധാരഭൂമി ഹെ, കഥാവസ്തുവാണ് നോവലിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇസ്കെ അന്തർഗത് വേ ഘടനയും ഔർ വ്യാപാർ ആത്തേ ഹെ, ഒരുപാട് സംഭവങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും ഈ നോവലിൻ്റെ കഥയ്ക്കുള്ളിൽ വരുന്നുണ്ട്. ജിൻകെ സമ്പാദന്മേ ഉപന്യാസ് കെ പാത്രോं का പ്രത്യക്ഷ യാ പരോക്ഷ योग रहता है. അപ്പം ജീവിതത്തിൽ ആ ഒരു നോവലിനുള്ളിൽ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും ഉണ്ട്. അതിനെയൊക്കെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യുക, അതിനെയൊക്കെ എഡിറ്റ് ചെയ്യണം. അത് കഥാപാത്രങ്ങളിലൂടെയാണ്. അത് കഥാപാത്രങ്ങൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതിൽ പങ്കെടുക്കുന്നു. ആ കഥാപാത്രങ്ങളിലൂടെയാണ് ജീവിതത്തിലുള്ള സംഭവങ്ങളെയും പ്രവർത്തനങ്ങളെയൊക്കെ എന്ത് ചെയ്യണത് മനസ്സിലാക്കി ആ കഥാപാത്രങ്ങളിലൂടെ ലേഖകൻ അവതരിപ്പിക്കുന്നു. കഥാനക്കെ ചുനാവുമേ ഉപന്യാസ്കാർക്ക് കൗശൽ ദിഖായി പടുത്ത ഹെ, കഥാനക്ക് അതിൻ്റെ പ്ലോട്ട്, ഒരു നോവലിൻ്റെ പ്ലോട്ട് അത് സെലക്ട് ചെയ്യുന്നതിൽ നോവലിസ്റ്റിന് വളരെ സാമർഥ്യം കാണിക്കേണ്ടി വരുന്നു. കഥാനക്ക വിഷയ ചുൻകർ ഉസ്ക ഉചിത വിന്യാസ് ഉപന്യാസ്കാർക്കാ കാം ഹെ, കഥയ്ക്കുള്ള വിഷയം തിരഞ്ഞെടുക്കുക, ആദ്യം എടുത്തിട്ട് അതിനെ ഉചിതമായിട്ട് എന്ത് ചെയ്യണം? യഥാസ്ഥാനങ്ങളിൽ അതിനെ ആ കഥയെ കൊണ്ടുവരിക, വിന്യസിക്കണം. കഥ ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് എത്തിക്കുക. ഇത് ഉപന്യാസക്കാരൻ്റെ നോവലാണ്. ചിലപ്പോൾ ചിന്നിച്ചെറിയ സംഭവങ്ങളായിരിക്കും, അതിനെ നല്ല ചിട്ടയാക്കി വയ്ക്കേണ്ട ചുമതല ആർക്കാണ്? നോവലിസ്റ്റിനായിരിക്കും. ക്രം ഓർ കാര്യകാരൺ ശൃംഖല ഉപന്യാസ വൃത്തക്ക മൂൽഹെ, ക്രമം വേണം, അതിൽ കാര്യകാരണ ശൃംഖല വേണം. ഇന്ന പോർഷൻ ഇവിടെ ഉൾപ്പെടുത്തണം, ഇന്ന പോർഷൻ വേറൊരു സ്ഥലത്ത് ഉൾപ്പെടുത്തണം, അവ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ എന്നൊക്കെ ആ തരത്തിൽ കൂട്ടിച്ചേർത്താൽ മാത്രമേ അത് നോവലാവുള്ളൂ. ഇതൊക്കെയാണ് ഉപന്യാസത്തിൻ്റെ ഒരു ബേസ്. അച്ഛേ കഥാനക്കുമേ മൗലികത, കഥാസംഘടൻ, സ്വാഭാവികത, രോചകത ആദി ആവശ്യക് ഹെ. ഒരു നല്ല കഥാവസ്തുവിൽ, നോവലിൻ്റെ നല്ലൊരു കഥാവസ്തുവിൽ ഒറിജിനാലിറ്റി വേണം, കഥാസംഘടനം വേണം, സ്വാഭാവികത വേണം, രോചകത, രസകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അതിൽ വർണ്ണിക്കേണ്ടത്. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ ഒരു നല്ല കഥയ്ക്ക് ആവശ്യമാണ്. ഇനി പാത്ര और ചരിത്ര ചിത്രം.
നോവലിൽ നമുക്കറിയാം, നാടകത്തിൽ മാത്രമല്ല നോവലിലും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. यह उपन्यास का एक प्रमुख तत्व है. सभी रचनाओं के पात्र लेखक के मस्तिष्क की उपज होते हैं. എല്ലാ രചനകളുടെയും കഥാപാത്രങ്ങൾ, എല്ലാ നോവലിൻ്റെയും കഥാപാത്രങ്ങൾ ലേഖകൻ്റെ മസ്തിഷ്കത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്, ഉണ്ടായിട്ടുള്ളതാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രോഡക്റ്റാണ് എല്ലാ നോവലിലെയും കഥാപാത്രങ്ങൾ. उपन्यासकार चरित्र के अंतर्गत पात्र के बाहरी और भीतरी रूप को प्रकट करने की चेष्टा करता है. നോവലിസ്റ്റ് ആ കഥാപാത്രത്തിൻ്റെ ഉപന്യാസ്കാർ ചരിത്രಕ್ಕೆ അന്തർഗത്, ഈ ക്യാരക്ടറിനുള്ളിൽ പാത്രക്കെ ബാഹ്യ और ഭീതരി രൂപക്കോ, കഥാപാത്രത്തിൻ്റെ ബാഹ്യമായിട്ടുള്ളതും ആന്തരികവുമായിട്ടുള്ളതുമായ രൂപത്തെ പ്രകട് കർണേക്ക് ചേഷ്ട കർത്ത ഹെ. ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും വായനക്കാരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള, പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടി വരും ഒരു നോവലിസ്റ്റ്. വഹ് ഉസ്കി സബലതാവും और ദുർബലതാവും ദോനോ കോ ചിത്രിത് കർത്ത ഹെ. നോവലിസ്റ്റ് എന്ത് ചെയ്യുന്നു? ആ കഥാപാത്രത്തിൻ്റെ നന്മകളും അവൻ്റെ കുറവുകളും ഒക്കെ രണ്ടിനെയും ചിത്രീകരിക്കേണ്ടി വരും. പാത്ര ദോ പ്രകാർ കെ ഹോത്തെ ഹെ. രണ്ട് തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് സാമാന്യ വർഗഗത്, ഒന്ന് സാധാരണ കഥാപാത്രം അല്ലെങ്കിൽ വർഗഗത്. ഉദാഹരണത്തിന് ഗോദാൻ എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്. ആ നോവലിൽ പറഞ്ഞിരിക്കുന്ന ഹോറി എന്ന് പറയുന്ന കഥാപാത്രം വർഗഗതാണ്. കർഷകരെന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ഒരു വ്യക്തിയുടെ പ്രതീകമായിട്ടാണ്. അതുപോലെ നിർമ്മല എന്നുള്ള നോവലിൽ നിർമ്മല ഇതേപോലെയുള്ള ഒരുപാട് സ്ത്രീകളുടെ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതുപോലെ വ്യക്തി, ചിലപ്പോൾ ഒരു വ്യക്തിയെ എടുത്തു മാത്രം ആ വ്യക്തി ഒരാളിൻ്റെയും പ്രതീകമായിരിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ കഥാപാത്രം രണ്ട് തരത്തിലുണ്ടെന്നാണ്. ജോ പാത്ര കിസി ജാതി യാ വർഗ കെ പ്രതിനിധി ഹോത്തെ ഹെ ഉൻകോ വർഗപാത്ര കഹ് സക്തെ ഹെ. ഏതൊരു കഥാപാത്രമാണോ ഏതെങ്കിലും ജാതിയുടെയോ വർഗത്തിൻ്റെയോ പ്രതിനിധിയായി നിൽക്കുന്നത്, ഉൻകോ വർഗപാത്ര കഹ് സക്തെ ഹെ, അതിനെ വർഗപാത്രം എന്നാണ് പറയുക. विशिष्ट व्यक्तित्व वाले पात्रों में जाति या वर्गगत संस्कार प्रधान नहीं होते. എന്നാൽ വിശിഷ്ട വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളിൽ ജാതിയോ അതുപോലെ വർഗപരമായിട്ടുള്ള സംസ്കാരമോ പ്രധാനം അല്ല. ഉദാഹരണത്തിന് ശ്രീരാമൻ എന്ന് പറയുന്നത് ഈ വ്യക്തി ആണ്, അല്ലേ? അതേപോലെ നമ്മൾ ജീവിക്കണം എന്നുള്ള മെസ്സേജിൽ നമുക്ക് അധികം തരിക. അദ്ദേഹം ആരുടെയും പ്രതിനിധിയായിട്ടല്ല നിൽക്കുന്നത്, അദ്ദേഹം ഏതെങ്കിലും ഒരു വർഗത്തിൻ്റെ വ്യക്തിയുമല്ല. മനസ്സിലായില്ലേ? അടുത്തത്, വിശിഷ്ട വ്യക്തിത്വ വാലെ പാത്രമേ ജാതി യാ വർഗഗത സംസ്കാർ പ്രധാൻ നഹി ഹോത്തെ. എന്നാൽ പ്രത്യേക വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളിൽ ജാതിയോ വർഗഗതമായിട്ടുള്ള സംസ്കാരത്തിനോ പ്രാധാന്യം ഇല്ല. ഇസ്ലിയെ ഇൻകോ വ്യക്തിപാത്ര കഹ് സക്തെ. അതുകൊണ്ട് നമുക്കിതിനെ വ്യക്തിപാത്രം എന്ന് പറയാൻ പറ്റും. അധികാംശ ഉപന്യാസവുമേ വർഗപാത്രവും കി പ്രധാനത രഹത്തി ഹെ. കൂടുതൽ കഥാപാത്രങ്ങളിലും അല്ലെങ്കിൽ കൂടുതൽ നോവലുകളിലും വർഗപാത്രങ്ങൾക്കാണ് പ്രാധാന്യം ഉള്ളത്. സംഗതി, സജീവത और സ്വാഭാവികത ചരിത്ര ചിത്രം കെ തീൻ മുഖ്യ ഗുണ മാനെ ജാത്തെ ഹെ. ഒരു ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ 3 ഗുണങ്ങൾ ആവശ്യമാണ്. ഒന്ന് സംഗതി എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവങ്ങൾക്കൊരു പൊരുത്തം ഉണ്ടാവണം. സജീവത എന്ന് പറയുമ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള രീതിയിൽ വർണ്ണിക്കണം, വളരെ ചടുലമായിട്ട് ആ കഥാപാത്രത്തെ വർണ്ണിക്കുക. അതുപോലെ സ്വാഭാവികതയും തോന്നും. ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികതയും ആവശ്യമാണ് എന്നാണ്. അടുത്ത മൂന്നാമത്തത് കഥോപകഥനാണ്. ഉപന്യാസം ഉള്ളത് കഥ പോലെയാണെങ്കിൽ കൂടിയ അതിലെന്തുണ്ടാവും? കഥോപകഥനമുണ്ട്. കഥോപകഥനം എന്ന് പറഞ്ഞാൽ സംഭാഷണങ്ങളുണ്ട്. उपन्यास में कथोपकथन या वार्तालाप का समावेश 4 ഉദ്ദേശ്യവും സേ ഹോത്താ ഹെ. ഒരു നോവലിൽ എന്തിനാണ് ഈ സംഭാഷണം കൊടുത്തിരിക്കുന്നത്? അത് 4 ഉദ്ദേശങ്ങൾക്കാണ്, 4 ലക്ഷ്യമുണ്ട്. അങ്ങനെ കഥാപാത്രങ്ങളിൽ സംഭാഷണം കൊടുക്കുന്നതിൽ 4 ഉദ്ദേശമുണ്ട്. ഒന്നെന്താണ്? കഥാക്കോ ആകെ പഠാനേക്ക് ലിയെ, സംഭാഷണത്തിലൂടെ നമുക്ക് കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പാത്രോ കെ ചരിത്ര യോഗ്യത ആദി പർ പ്രകാശ് ഡാലിനേക്ക് ലിയെ, കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ, അയാളുടെ യോഗ്യത, ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കഥയിൽ സംഭാഷണം കൊടുക്കേണ്ടത് അനിവാര്യമാണ്.
विगत घटनाओं और ഭാവി യോജനാओं या ഗതിവിധി की സൂചന देने के लिए പിന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന കഥകൾ, ഭാവി ഇനി വരാൻ പോകുന്ന ഭാവിയെ പറ്റിയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഗതിവിധികൾ, ഇതിനെയൊക്കെ സൂചന കൊടുക്കാനായിട്ട് നമുക്ക് സംഭാഷണങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ കഥയുടെ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഇന്നതാണ് സംഭവിക്കുന്നത് എന്ന് ഒരു ഹിൻഡ് കൊടുക്കാൻ നമുക്ക് സംഭാഷണത്തിലൂടെ സാധിക്കും എന്നാണ്. പിന്നെ ദേശകാൽ സംബന്ധി സാമാന്യ ബാത്തോം സെ പരിചിത് കരാനെ കെ ലിയെ, ആ കാലഘട്ടത്തിൻ്റെ സിറ്റുവേഷൻ ഇതായിരുന്നു, ആ കാലഘട്ടത്തിൽ ഈ കഥ നടക്കുന്ന സമയത്ത് അന്നത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംഭാഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംക്ഷിപ്തത, വാഗ്വിദഗ്ധത, വാക്യവിന്യാസ് കാ ലാളിത്യ, ഏ തീൻ കഥോപകഥൻ കെ ഗുണ ഹെ. ഇപ്പം 3 ഗുണങ്ങളാണ് നമുക്ക് ഒരു സംഭാഷണത്തിന് ആവശ്യമുള്ളത്. സംക്ഷിപ്തത, സംഭാഷണങ്ങളൊക്കെ നാടകത്തെ പോലെ വലിച്ചു നീട്ടരുത്, വളരെ കുറച്ച് വാക്കുകളിലാണ് സംഭാഷണം കൊടുക്കേണ്ടത്. അതുപോലെ വാഗ്വിദഗ്ധത, ചെറിയ സംഭാഷണമാണെങ്കിലും അത് വളരെ കുറിക്കു കൊള്ളുന്ന, മറ്റുള്ളവരുടെ മനസ്സിൽ തട്ടുന്ന സംഭാഷണങ്ങളായിരിക്കണം. പിന്നെ വാക്യവിന്യാസ്ക ലാളിത്യ, അതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾക്കൊക്കെ വളരെ ലാളിത്യം വേണം. ഏ തീനോ കഥോപകഥൻ കെ ഗുണ ഹെ. പ്രഭാവോത്പാദകത और സ്വാഭാവികത भी കഥോപകഥൻ കെ ഉത്തം ലക്ഷൺ ഹെ. പ്രഭാവോത്പാദകത, വായനക്കാരുടെ മനസ്സിൽ ആ സംഭാഷണം നിൽക്കണം, അത്ര എഫക്റ്റീവായിരിക്കണം. അതുപോലെ സംഭാഷണങ്ങൾ കൃത്രിമമാവാൻ പാടില്ല, ഒരു സ്വാഭാവികതയും ആവശ്യമാണ്. ഇതൊക്കെ കഥോപകഥൻ്റെ ഉത്തമ ലക്ഷണങ്ങളാണ്. അടുത്ത വാതാവരണമാണ്. വാതാവരൺ कथा को वास्तविकता का आभास देने के साधनों में വാതാവരൺ മുഖ്യ ഹെ. ഇപ്പം മുക്കുവരുടെ ജീവിതത്തെ പറ്റി വർണ്ണിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും മുക്കുവരുടെ ജീവിത സാഹചര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ വർണ്ണിക്കണം. അതാണ് കഥയുടെ യഥാർത്ഥത്തെ പറ്റി, യാഥാർത്ഥ്യത്തെ തോന്നലുണ്ടാക്കാൻ വേണ്ടിയുള്ള മാധ്യമങ്ങളിൽ, മീഡിയകളിൽ വാതാവരൺ പ്രധാനപ്പെട്ടതാണ്. कथानक के पात्र भी वास्तविक पात्र की भांति देशकाल के बंधन में रहते हैं. കഥയിലുള്ള കഥാപാത്രങ്ങളുടെ യഥാർത്ഥ കഥാനക് കെ പാത്ര ഭി, ഒരു കഥയിലുള്ള കഥാപാത്രങ്ങളും വാസ്തവിക പാത്ര കി ഭാന്തി, യഥാർത്ഥ കഥാപാത്രത്തെ പോലെ ദേശകാൽ കെ ബന്ധന്മേ, ദേശകാലത്തിൻ്റെ ബന്ധനത്തിൽ രഹത്തെ ഹെ, പെട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ദേശകാലത്തിൻ്റെ ബന്ധനത്തിൽ പെടുന്നു. വ്യക്തി കെ നിർമ്മാൺ മേ വാതാവരൺ കാ ബഹുത് കുച്ച് ഹാത്ത് ഹോത്ത ഹെ. വ്യക്തിയെ നിർമ്മിച്ചെടുക്കുന്നതിൽ വാതാവരണത്തിന് ഒരു അയാൾ ഇന്ന സാഹചര്യത്തിലായതുകൊണ്ടാണ് ആ കഥാപാത്രം അങ്ങനെ ആയത് എന്ന് വായനക്കാർക്ക് മനസ്സിലാവും. അതാണ് വ്യക്തിയുടെ നിർമ്മാണത്തിൽ വാതാവരൺ, ഒരു ചുറ്റുപാടിന് വളരെ വലിയ പങ്കാണ് ഉള്ളത്. बिना देशकाल के पात्रों का व्यक्तित्व स्पष्ट नहीं होता.